നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് തന്ന വാട്സപ്പ് സ്റ്റാറ്റസ് ഇമേജസിൽ എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ പേര്, ഫോൺ നമ്പർ, അതുപോലെ കമ്പനിയുടെ ലോഗോ എന്നീ ഡീറ്റെയിൽസ് എങ്ങനെ വളരെ സിമ്പിളായി ടെക്നിക്കൽ നോളജ് ഇല്ലാതെ, ഡിസൈൻ നോളജ് ഇല്ലാതെ, അല്ലെങ്കിൽ ടെക്നിക്കൽ അറിവില്ലാതെ, ഡിസൈൻ അറിവില്ലാതെ നിങ്ങൾക്ക് തന്നെ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇനി നമ്മൾ അത് പ്രാക്ടിക്കൽ സെഷനിലേക്ക് കിടക്കുകയാണ്. അതിനുവേണ്ടി ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് പറയാം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഏത് ഇമേജ് ആണോ എഡിറ്റ് ചെയ്യേണ്ടത് ആ ഇമേജ് നമ്മൾ നോക്കി വെക്കുക. ഏത് ഇമേജ്, ഉദാഹരണത്തിന് ഞാൻ ഇന്ന് ഈ 3 ഇമേജുകളാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ലോഗോ, ഞാൻ ഈ ലോഗോയാണ് എൻ്റെ ഈ പറയുന്ന ഇമേജുകളിൽ ഞാൻ ആഡ് ചെയ്യാൻ. അതുപോലെ എൻ്റെ ഒരു പ്രൊഫൈൽ പിക്ചർ, ഞാൻ പ്രൊഫൈൽ പിക്ചറോടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡൗൺലോഡ്സ്, ഇതുപോലെയുള്ള നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ നിങ്ങൾ ആദ്യമേ നേരത്തെ കയ്യിൽ കരുതി വെക്കുക. ഓക്കെ, ഒന്ന് വേണ്ടത് നിങ്ങൾക്ക് തന്ന ഏത് ഇമേജിലാണോ നിങ്ങളുടെ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടത് ആ ഇമേജുകൾ റെഡിയാക്കി വെക്കുക. 2, നിങ്ങൾക്ക് ലോഗോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോഗോ റെഡിയാക്കാം. അതുപോലെ നിങ്ങളുടെ ഇമേജ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമേജ് റെഡിയാക്കി വെക്കുക. അതിനുശേഷം ഞാൻ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്ന ടൂൾ എന്ന് പറയുന്നത് ChatGPT എന്ന് പറയുന്ന ടൂളാണ്. ChatGPT എന്ന ടൂൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങളുടെ ഫോൺ ആയിക്കോട്ടെ, ഞാൻ നോർമലി യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടറാണ്. നിങ്ങളുടെ മൊബൈലിലാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങൾക്ക് ChatGPT ഫേസ്ബുക്കും വാട്സപ്പും ഡൗൺലോഡ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അത് മൊബൈലിലാണെങ്കിൽ മൊബൈൽ ഡൗൺലോഡ് ചെയ്യിക്കാം. ഇനി കമ്പ്യൂട്ടറിലാണെങ്കിൽ ജസ്റ്റ് chatgpt.com, ഇതാണ് chatgpt.com. അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി ജസ്റ്റ് ChatGPT എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു സൈറ്റിലേക്ക് വരും. അവിടെ ചെറിയൊരു രജിസ്ട്രേഷനും കാര്യങ്ങളും, നിങ്ങൾ എങ്ങനെയാണോ ഫേസ്ബുക്കിൽ രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ഇൻസ്റ്റാഗ്രാമിൽ രജിസ്റ്റർ ചെയ്യുന്നത്, ഏത് സൈറ്റിൽ എങ്ങനെയാണോ രജിസ്റ്റർ ചെയ്യുന്നത്, അതുപോലെ ഒരു സിമ്പിൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ് ഉണ്ട്. അത് നിങ്ങൾ ചെയ്യുക. ഇതെല്ലാവർക്കും അറിയുന്നതുകൊണ്ടാണ് ഞാനിവിടെ അത് പറയാത്തത്. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. ഓക്കെ, ദെൻ ഇതാണ് ChatGPT. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യത്തെ ഇമേജിലാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടത്. ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഇമേജ് ഇവിടെ വന്ന് ഒരു പ്ലസ് ബട്ടൺ കാണാം. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ഫോട്ടോസ് ആൻഡ് ഫയൽസ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാം. നമ്മൾ ഏത് ഇമേജിലാണോ നമുക്ക് ഫോൺ നമ്പറും മറ്റു ഡീറ്റെയിൽസും ആഡ് ചെയ്യേണ്ടത് ആ ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, ഞാനത് ക്ലിക്ക് ചെയ്തു. ദെൻ ഞാൻ ആ ഫോട്ടോ സെലക്ട് ചെയ്യട്ടെ. നിങ്ങളുടെ എവിടെയാണോ സേവ് ചെയ്ത് വെച്ചത് അവിടുന്ന് ആ ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാം. ആ ഇമേജ് സെലക്ട് ചെയ്തു. ഞാൻ ഇനി ChatGPT പറയാൻ പോവാണ്, പ്ലീസ് ആഡ് ദ ലോഗോ ഇൻ ദ ഫസ്റ്റ് അറ്റാച്ച്ഡ് ഇമേജ്. ഞാൻ ഇത് പറഞ്ഞു തരാം. പ്ലീസ് ആഡ് ദ ലോഗോ ഇൻ ദ ഫസ്റ്റ് അറ്റാച്ച്ഡ് ഇമേജ്. ഫസ്റ്റ് അറ്റാച്ച്ഡ് ഇമേജ് ഇതാണ്. ഓക്കെ, അതിലേക്ക് ലോഗോ എവിടെയാണ്? ഫോർ ലോഗോ പ്ലീസ് യൂസ് ദ സെക്കൻഡ് ഇമേജ്. സെക്കൻഡ് അറ്റാച്ച്ഡ്. അറ്റാച്ച്ഡ് എന്ന് പറയുന്ന വേർഡ്, ഇതിനെ നമ്മൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നതിനെ അറ്റാച്ച് ചെയ്യുക എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് സെക്കൻഡ്. ഫസ്റ്റ് ഇമേജ് ഏതാ? നമുക്ക് എന്താണോ ചേഞ്ച് ചെയ്യേണ്ടത് ആ ഇമേജിലേക്ക് ലോഗോ ആഡ് ചെയ്യണം നമ്മൾ പറഞ്ഞു. ഇനി ആ ലോഗോക്ക് ഏത് വേണം? ഫോർ ലോഗോ പ്ലീസ് യൂസ് ദ സെക്കൻഡ് ഇമേജ്. ഞാൻ ലോഗോ ആഡ് ചെയ്തു. ലോഗോ എടുക്കുക. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ലോഗോ എടുക്കുക. ലോഗോ, ഇതാണ് എൻ്റെ ഇമേജ്. ഞാനത് എടുത്തു. ഓക്കെ, ഇനി നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? ഇമേജ് ആഡ് ചെയ്യണം. നമുക്ക് ഇമേജ് എവിടെയൊക്കെ ആഡ് ചെയ്യാം? ഒന്നുകിൽ നമുക്ക് ടോപ്പിൽ ആഡ് ചെയ്യാം. ഈ സ്ഥലത്തിനെ പറയുന്നത് ടോപ്പ് ലെഫ്റ്റ് അല്ലെ? നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ഇതുള്ളത്. അതുകൊണ്ട് ഈ സൈഡിനെ പറയുന്നത് ടോപ്പ് ലെഫ്റ്റ്. ഇനി ഈ സൈഡിനെയാണ് പറയുന്നതെങ്കിൽ ടോപ്പ് റൈറ്റ്. ഇനി ഈ സൈഡിനെയാണ് പറയുന്നതെങ്കിൽ ബോട്ടം ലെഫ്റ്റ്, താഴെ ലെഫ്റ്റ് സൈഡിൽ. ഈ സൈഡിനെയാണ് പറയുന്നതെങ്കിൽ ബോട്ടം റൈറ്റ്. ഇവിടെയാണ് നോർമലി ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എവിടെയാണോ ഇഷ്ടമുള്ളത് അത് പറഞ്ഞു കൊടുക്കുക. അത് നിങ്ങളുടെ വേർഡിങ്സിൽ പറഞ്ഞു കൊടുത്താൽ. ഞാൻ തൽക്കാലം ഇവിടെയാണ് ആഡ് ചെയ്യുന്നത്, ടോപ്പ് ലെഫ്റ്റ്. ഞാൻ ആ സ്ഥലം ഒന്നും കൂടെ പറഞ്ഞുതരാം. ടോപ്പ് ലെഫ്റ്റ്, ടോപ്പ് റൈറ്റ്, ടോപ്പിൽ റൈറ്റ് സൈഡ്, ബോട്ടം ലെഫ്റ്റ്, ബോട്ടം റൈറ്റ്. ഞാൻ ഉദ്ദേശിക്കുന്നത് ടോപ്പ് ലെഫ്റ്റിലാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ പറയുന്നു പ്ലീസ് ആഡ് ദ ലോഗോ അറ്റ് ദ ടോപ്പ് ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഫസ്റ്റ് ഇമേജ്. ദെൻ അതായത് ഇത് അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് നമ്മുടെ പേര് ഞാൻ എന്ത് ചെയ്തു, പ്ലീസ് ആഡ് ദ ബിലോ ഡീറ്റെയിൽസ്. എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്? ഞാൻ നോക്കിയപ്പോൾ ഓക്കെ, ഇവിടെ ആഡ് ചെയ്താൽ കുഴപ്പമില്ല. ഇവിടെ സ്പേസ് ഉണ്ട്. താഴെ അതിന് പറയുന്നത് ബോട്ടം ആഡ് ദ ബിലോ ഡീറ്റെയിൽസ് അറ്റ് ബോട്ടം ഓഫ് ദ ഇമേജ്. ഓക്കെ, പ്ലീസ് ആഡ് ദ ബിലോ ഡീറ്റെയിൽസ് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഇമേജ്. ഓക്കെ, എന്തൊക്കെ ആഡ് ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ പേര് ആഡ് ചെയ്യണം, അനീഷ് കുമാർ.
എൻ്റെ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ഞാൻ എന്താണ്. ഞാനിപ്പം നിങ്ങളിപ്പം ഹെൽത്ത് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ. നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ ഡെസിഗ്നേഷൻ എന്താണോ അത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ്. ദെൻ മൊബൈൽ നമ്പർ 9961565442 ഇത് ആഡ് ചെയ്തു. ഓക്കെ. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, എനിക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാനാണ് എനിക്ക് താല്പര്യം. ഇമേജ് സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. 1 സെക്കൻഡ്. ഓപ്പൺ വിത്ത് ഗൂഗിൾ ക്രോം. ഇതേ രീതിയിൽ സർക്കുലർ മോഡലിൽ ആഡ് ചെയ്യാൻ, എൻ്റെ ഇമേജ് ആഡ് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. ഞാൻ എന്ത് പറയുന്നു, എൻ്റെ പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യണം. ഞാൻ ChatGPT-ലേക്ക് വന്നു. പ്ലീസ് ആഡ് മൈ പ്രൊഫൈൽ പിക്ചർ. ഇതിൽ എവിടെയാണ് നമുക്ക് ആഡ് ചെയ്യാൻ സ്ഥലമുള്ളത്? ഇവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആഡ് മൈ പ്രൊഫൈൽ പിക്ചർ ഇൻ എ വെൽ ഫോർമാറ്റഡ് മാനർ ഇൻ സർക്കുലർ. നിങ്ങൾക്ക് സർക്കുലർ അല്ല റെക്ടാംഗിളാണ് വേണ്ടെങ്കിൽ റെക്ടാംഗിൾ, ചതുരമാണ് വേണ്ടെങ്കിൽ ചതുരം. നമുക്ക് ഇതിന്റെ മലയാളവും നോക്കാം, എങ്ങനെയാണ് വർക്ക് ചെയ്ത് നോക്കാം. വെൽ ഫോർമാറ്റഡ് മാനർ ഇൻ സർക്കുലർ മോഡൽ. പ്ലീസ് add my profile picture with my above details in the left side, bottom left side. ഓക്കെ. അത് പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇതിനു വേണ്ടിയിട്ട് എൻ്റെ പ്രൊഫൈൽ പിക്ചർ ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കണം. ഫോർ പ്രൊഫൈൽ പിക്ചർ പ്ലീസ് യൂസ് മൈ തേർഡ് അറ്റാച്ച്മെന്റ്. ഓക്കെ. മൂന്നാമത്തെ ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്തു. ഇവിടെ ഡൗൺലോഡ്സിൽ എൻ്റെ ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തു. അതിലെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണോ? മതി. ഒന്നുകൂടെ പറയുന്നു. പ്ലീസ് ആഡ് ഇറ്റ് നീറ്റ്ലി ആൻഡ് പ്രൊഫഷണലി. ഡൺ. ക്ലിക്ക്. ഇതിൽ വേണമെങ്കിൽ ഒന്ന് നമുക്ക് ഇത് കൊടുക്കാം, ക്രിയേറ്റ് ഇമേജ്. ദെൻ ക്ലിക്ക്. ഇവിടെയാണ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒരു ക്രിയേറ്റ് ഇമേജ് ഉണ്ടാവും. ദെൻ അതിനുശേഷം അത് ഇവിടെ ഇങ്ങനെ കാണിക്കും. അതിനുശേഷം സെൻഡ് പ്രോംപ്റ്റ്. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. സോ നമ്മുടെ ഇമേജ് റെഡി ആയിട്ടുണ്ട്. നോക്കുക, വളരെ പ്രൊഫഷണൽ ആയിട്ട് അത് ഇമേജ് നമുക്ക് റെഡിയാക്കി തന്നു. വളരെ നീറ്റായിട്ട് നോക്കുക. ഇങ്ങനെയാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ എനിക്ക് സജഷൻ പറയാനുള്ളത്, നിങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും കൂടെ ആഡ് ചെയ്യുക. ഇതൊരു ക്രെഡിബിലിറ്റി, വിശ്വാസം കൂട്ടാനുള്ള ഒരു ഫാക്ടറാണ്. ഓക്കെ. സോ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം? ഇതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ ഒരു ബട്ടൺ കാണാം, ഒന്നുകൂടെ കാണിച്ചു തരാം. അത് ഇമേജ് ഉണ്ടാവും. ആ ഇമേജിന്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്ന് നോക്കുക ഇതിനകത്ത്. ആ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ChatGPT പറഞ്ഞു കൊടുത്താൽ ഓക്കെ, എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്തു തന്നാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഇത് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ. ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കേട്ടോ, വളരെ നൈസ് ആയിട്ടുള്ള ഒരു ഇമേജ് വിത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ്. ഓക്കെ. ഇങ്ങനെയാണ് ഇത് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ. ഇതെങ്ങനെ മലയാളത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, കുറച്ചുകൂടെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിനായി ChatGPT-യുടെ ഒരു മൈക്ക് ഓപ്ഷൻ ഉണ്ട്. മൈക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈക്കിൽ സംസാരിക്കാം. ഓക്കെ. ഞാൻ ഇനി അത് സംസാരിച്ച് ചെയ്യാൻ പോവുകയാണ്. മൈക്ക് ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോറി, ഒന്നോടെ മൈക്ക് ഞാൻ ഓപ്പൺ ആക്കാൻ പോവുകയാണ്. അതിനുശേഷം എന്താണോ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, ശ്രദ്ധിക്കുക. മൈക്ക് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഞാൻ അറ്റാച്ച് ചെയ്യുന്ന ഫസ്റ്റ് ഇമേജിൽ എൻ്റെ ലോഗോ പ്രൊഫഷണലായി ആഡ് ചെയ്യുക. ഞാൻ ആദ്യം അറ്റാച്ച് ചെയ്ത ഇമേജിലാണ് എൻ്റെ ലോഗോ ആഡ് ചെയ്യേണ്ടത്. എൻ്റെ ലോഗോ എൻ്റെ രണ്ടാമതായി ഞാൻ അറ്റാച്ച് ചെയ്യുന്ന ഇമേജ് ആണ്. എൻ്റെ ലോഗോ എനിക്ക് ആഡ് ചെയ്യേണ്ടത് ഞാൻ അറ്റാച്ച് ചെയ്ത ആദ്യ ഇമേജിന്റെ ടോപ്പ് ലെഫ്റ്റ് ആയിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അത് പ്രൊഫഷണലായി ആഡ് ചെയ്യൂ. അതിനുശേഷം ഞാൻ അത് അവിടെ ചെയ്തിട്ടുണ്ട്. ആഡ് ചെയ്യൂ. ഈ ഒരു സംഭവം നമുക്ക് വേണ്ട, അതുകൊണ്ട് ഞാൻ അത് കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇമേജ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ഒരു ഇമേജിലേക്കാണ് ആഡ് ചെയ്യുന്നത്. നമ്മളെ രണ്ടാമത്തെ ഇമേജിലേക്കാണ് ആഡ് ചെയ്യുന്നത്. ഏത് ഇമേജിലും ആഡ് ചെയ്യാം. ഞാൻ ഉദാഹരണത്തിന് ഈ രണ്ടാമത്തെ ഇമേജിലാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ. ഞാൻ രണ്ടാമത്തെ ഇമേജ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. രണ്ടാമത്തെ ഇമേജ് ഇതാണ്. ഞാൻ അപ്ലോഡ് ചെയ്തു. ദെൻ എനിക്ക് ആഡ് ചെയ്യേണ്ട ലോഗോ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. ലോഗോ ഞാൻ അപ്ലോഡ് ചെയ്തു. ഇനി എനിക്ക് എന്താണ് വേണ്ടത്? എൻ്റെ ഡീറ്റെയിൽസ്, പേര്, ഡെസിഗ്നേഷൻ, മൊബൈൽ നമ്പർ, അത് ആഡ് ചെയ്യണം. ഇത് ഞാൻ വീണ്ടും മൈക്ക് ക്ലിക്ക് ചെയ്യാണ്. ഞാൻ താഴെ പറയുന്ന ഡീറ്റെയിൽസ് എൻ്റെ ഇമേജിന്റെ ഏറ്റവും താഴെ പ്രൊഫഷണലായി ആഡ് ചെയ്യൂ. ഞാൻ എന്ത് ചെയ്തു, അനീഷ് കുമാർ, എൻ്റെ പേര്, ഡെസിഗ്നേഷൻ ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ, സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് നോക്കുക.
ദെൻ ഫോൺ നമ്പർ. ഫോർ. ഞാൻ ഒന്നുകൂടെ ഇനി പറയാൻ പോകുന്നത് പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മേൽപ്പറഞ്ഞ എൻ്റെ ഡീറ്റെയിൽസിന്റെ കൂടെ എൻ്റെ പ്രൊഫൈൽ പിക്ചർ കൂടെ ആഡ് ചെയ്യൂ. ഞാൻ മൂന്നാമതായി അറ്റാച്ച് ചെയ്യുന്നതാണ് എൻ്റെ പ്രൊഫൈൽ പിക്ചർ. പ്രൊഫൈൽ പിക്ചർ താഴെ ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്യുക. അതിനുശേഷം എൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യുമ്പോൾ അത് സർക്കുലർ മോഡലിൽ നല്ല രീതിയിൽ ആഡ് ചെയ്യൂ. ഈ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് എൻ്റെ ഇമേജ് നല്ല രീതിയിൽ പ്രൊഫഷണലായി എഡിറ്റ് ചെയ്ത് എനിക്ക് തരൂ. ഓക്കെ. ദെൻ ഞാൻ എന്ത് ചെയ്തു, മൂന്നാമത്തെ ഇമേജ് ആഡ് ചെയ്തെടുക്കുന്നു. ഏതാണ്? എൻ്റെ പ്രൊഫൈൽ പിക്ചർ. പ്രൊഫൈൽ പിക്ചർ ഇടുന്നു, ആഡ് ചെയ്യുന്നു. ഓക്കെ. ഇനി ഇതൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യുക. ഞാൻ അറ്റാച്ച് ചെയ്യുന്ന ഫസ്റ്റ് ഇമേജിൽ എൻ്റെ ലോഗോ പ്രൊഫഷണൽ ആഡ് ചെയ്യുക. ഞാൻ ആദ്യം അറ്റാച്ച് ചെയ്ത ഇമേജിൽ എൻ്റെ ലോഗോ ഒരുവിധം കറക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഞാനത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് ടൈപ്പ് ചെയ്ത് മാറ്റുക. ഓക്കെ. ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ക്ലിക്ക് ചെയ്യുന്നു, പ്രോംപ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, സെൻഡ് പ്രോംപ്റ്റ്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. യെസ്, ഇമേജ് വന്നിട്ടുണ്ട്. നോക്കുക, അത് വളരെ നീറ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്നുകിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക്, ഇനി ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം. ഇനി ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത് മൈക്ക് ഓൺ ചെയ്ത് വെച്ച് സംസാരിച്ചുകൊണ്ടും ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട്. ഇവിടെ നിങ്ങൾക്ക് ടെക്നിക്കൽ നോളജോ അല്ലെങ്കിൽ ഡിസൈൻ നോളജോ ഒന്നും വേണ്ട. നിങ്ങളൊരു ഡിസൈനറോട് എന്തൊക്കെ നിങ്ങളുടെ ഇമേജിൽ മാറ്റങ്ങൾ വേണമെന്ന് പറയുന്നു അത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതേപോലെ നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെ സ്റ്റാറ്റസ് ഉണ്ട്. അതേപോലെ തന്നെ ഇമേജിന് സ്റ്റാറ്റസിന്റെ ഇമേജിന് പകരം നിങ്ങളുടെ ലൈഫ് ഇൻഷുറൻസിന്റെയോ വെഹിക്കിൾ ഇൻഷുറൻസിന്റെയോ സാധനങ്ങൾ കൊടുക്കുക. അവിടെ ആകെ മാറുന്ന ഒരു കാര്യം, നിങ്ങളുടെ ലോഗോ ഉണ്ടെങ്കിൽ ലോഗോ മാറ്റുക. ദെൻ ഡെസിഗ്നേഷൻ, ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ ആണെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ ഇൻഷുറൻസ് എക്സ്പേർട്ട് എന്നോ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് എക്സ്പേർട്ട് എന്നോ എന്താണോ നിങ്ങളുടെ ഡെസിഗ്നേഷൻ അത് അവിടെ കൊടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ തന്നിരിക്കുന്ന വാട്സപ്പ് സ്റ്റാറ്റസ് ഇമേജിൽ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങളുടെ ഇമേജിൽ നിങ്ങൾ തന്നെ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഇത് കുറച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഒരു 2 മുതൽ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഓരോ ഇമേജും ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആയോ ഫേസ്ബുക്കിലോ നിങ്ങൾക്ക് ഇത് പോസ്റ്റ് ചെയ്യാം. ഇനി ഈ വീഡിയോ കണ്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തൂ. ആ സംശയങ്ങളെല്ലാം വെച്ചുകൊണ്ട് ക്രോഡീകരിച്ചുകൊണ്ട് സംശയങ്ങൾ തീർക്കാനുള്ള ഒരു അഡീഷണൽ വീഡിയോ കൂടെ ഞാൻ ചെയ്യാം വേണമെങ്കിൽ. ഇനി ഈ ചാനൽ നമ്മുടെ ഇൻഷുറൻസ് ഏജൻസിനെ ഡിജിറ്റലി ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന ചാനലാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതുപോലുള്ള കാര്യങ്ങൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ ഇവിടെ, ഇതുപോലുള്ള ഡീറ്റെയിൽസുകൾ ഷെയർ ചെയ്യുന്നു. ഇൻഷുറൻസ് ഏജൻസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള, ഡിജിറ്റൽ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.